നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല ഞാങ്ങാട്ടിരിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. ഞാങ്ങാട്ടിരി കരിമ്പനക്കടവ് പ്രദേശത്തെ മഠത്തിൽ വീട്ടിൽ കബീറിന്റെ വീട്ടിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. രാത്രി 8:30യോടെയായിരുന്നു സംഭവം. ഗാർഹിക ആവശ്യത്തിനായി വീടിന്റെ അടുക്കള ഭാഗത്തോട് ചേർന്ന സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. സംഭവ സമയത്ത് കബീറും കുടുംബവും വീടിനകത്ത് ഉണ്ടായിരുന്നു. അപകട സമയത്ത് സ്റ്റോർ റൂം പരിസരത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സ്ഫോടനത്തിന്റെ ഉഗ്രശബ്ദം 1 കിലോമീറ്ററോളം ദൂരത്ത് കേട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഗ്യാസ് സിലിണ്ടർ 4 ഭാഗങ്ങളിലേക്കും ചിതറിത്തെറിച്ചു. അതേസമയം സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. ഏതാനും ദിവസമായി തുടരുന്ന മഴയിൽ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ല് തടയണയുടെ 19 ഷട്ടറുകൾ തുറന്നു. ആകെയുള്ള 27 ഷട്ടറുകളിൽ 10 എണ്ണം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുറന്നിരുന്നു. എന്നാൽ നിളയിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചതോടെ കഴിഞ്ഞ ദിവസം 9 ഷട്ടറുകൾ കൂടി ഉയർത്തുകയായിരുന്നു. 1 സെന്റിമീറ്ററോളമാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. ഇരു കരകളും മുട്ടി രൗദ്രഭാവത്തിലൊഴുകുന്ന പുഴയെ കാണാൻ വെള്ളിയാങ്കല്ലിലെത്തുന്ന സന്ദർശകരുടെ എണ്ണവും ഇതോടെ വർദ്ധിച്ചു. മഴയെ വകവയ്ക്കാതെ രാവിലെ മുതൽ നിരവധി പേരാണ് പാലത്തിന് മുകളിലെത്തുന്നത്. സന്ദർശന തിരക്ക് വൈകുന്നേരം വരെ നീളും. കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയതോടെ തടയണയുടെ പടിഞ്ഞാറുഭാഗത്ത് വലവീശിയുള്ള മീൻപിടുത്തവും നടക്കുന്നുണ്ട്. പിടിക്കുന്ന മത്സ്യങ്ങളുടെ വിപണന കേന്ദ്രവും തടയണയുടെ പരിസരമാണ്. വരും ദിവസങ്ങളിലും മഴ തുടരുകയാണെങ്കിൽ തടയണയുടെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തേണ്ടതായി വരും. CCTV ന്യൂസ് തൃത്താല. സംസ്ഥാനത്ത് GST വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന. പട്ടാമ്പി, ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് ഗോഡൌണുകളിലും പരിശോധന നടത്തി. സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപക റെയ്ഡ്. GST വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ കീഴിലാണ് പരിശോധന. പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 101 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുകയാണ്. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടക്കുന്നത്. സംസ്ഥാനത്ത് വ്യാജ GST രജിസ്ട്രേഷനിലൂടെ 1200 കോടി രൂപയുടെ വ്യാപാരം നടന്നതായി GST അധികൃതർ അറിയിച്ചു. പാലക്കാട്, ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് ഗോഡൌണുകളിലും പരിശോധന നടക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ കസ്റ്റഡിയിൽ ആയതായാണ് വിവരം. കനത്ത മഴയെ തുടർന്ന് റോഡ് ഇടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തിയായ മഴയിൽ ദേശമംഗലം പഞ്ചായത്തിലെ 8ാം വാർഡിലെ ആറ്റുപുറം റോഡിടിഞ്ഞ് സമീപത്തുള്ള വീട്ടിലേക്ക് വീണു. വീട്ടുകാർ ശബ്ദം കേട്ട ഉടനെ വീടിന്റെ പുറത്തേക്ക് ഓടിയതിനാൽ ആർക്കും അപകടമില്ല. വാർഡംഗം T സംഗീതയും മറ്റു പഞ്ചായത്ത് ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കുടുംബശ്രീ ക്ലസ്റ്റർ തല അരങ്ങ് 2024 സർഗോത്സവത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സർഗോത്സവം പിന്നണി ഗായിക M സർവശ്രീ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ 26ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2024 2 ദിവസങ്ങളിലായാണ് നടത്തുന്നത്. സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം M സർവശ്രീ നിർവഹിച്ചു. നവകേരള രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് കുടുംബശ്രീക്ക്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കുടുംബശ്രീയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നിരവധി പേർ വേദിയിലിരിക്കുന്നുണ്ട്. 26ാമത് കുടുംബശ്രീയുടെ വാർഷികം തൃത്താല പട്ടാമ്പി ബ്ലോക്ക് സംയുക്തമായി സംഘടിപ്പിക്കുന്ന അരങ്ങ് എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അരങ്ങിന് എൻ്റെ എല്ലാവിധ ആശംസകളും
രചനാ മത്സരങ്ങളിലും കലാമത്സരങ്ങളിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ അധ്യക്ഷത വഹിച്ചു. തൃത്താല പട്ടാമ്പി ബ്ലോക്ക് ക്ലസ്റ്റർ തല മത്സരങ്ങളാണ് ഇന്നലെയും ഇന്നുമായി സംസ്കൃത കോളേജിൽ നടത്തുന്നത്. പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ ഷാബിറ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ആനന്ദവല്ലി, ബേബി ഗിരിജ, ടി ഉണ്ണികൃഷ്ണൻ, ടി സുഹറ, വി രമണി, രതി ഗോപാലകൃഷ്ണൻ, എൻ രാജൻ, വിജയകുമാർ, മറ്റു നഗരസഭാ കൌൺസിലർമാർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ പ്രിയങ്ക തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയം രജത ജൂബിലിയുടെ നിറവിൽ. രജത ജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞാങ്ങാട്രി മഹർഷി വിദ്യാലയത്തിന്റെ രജത ജൂബിലി വിപുലമായ പരിപാടികളോടെ നാളെ ആഘോഷിക്കുമെന്ന് വിദ്യാലയ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1998 പട്ടാമ്പിയിൽ 15 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് 1200-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 14 SLC ബാച്ചും 5 +2 ബാച്ചും ഇതിനോടകം പുറത്തിറങ്ങി. CBSE 10, +2 എന്നീ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും 100 മേനി വിജയം നേടാറുണ്ട്. വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ ഇവിടത്തെ വിദ്യാർത്ഥികൾ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാറുണ്ട്. രജത ജൂബിലി സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. ഗായിക രാധിക അശോക് മുഖ്യാതിഥിയായിരിക്കും. മാഗസിൻ പ്രകാശന ചടങ്ങിൽ ഒറ്റപ്പാലം NSS കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ TG വിജയകുമാർ, നടൻ വിജയൻ ചാത്തന്നൂർ എന്നിവർ പങ്കെടുക്കും. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മഹർഷി വിദ്യാലയ ചെയർമാൻ TK വിനയഗോപാൽ, സെക്രട്ടറി T രവീന്ദ്രനാഥൻ, പ്രിൻസിപ്പൽ A വിജയകുമാർ, SMC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ വരുന്ന 24-ാം തീയതി, മെയ് 24-ാം തീയതിയാണ് നമ്മുടെ സ്കൂളിൻ്റെ 25-ാം വാർഷികം ഈ സിൽവർ ജൂബിലി ആഘോഷം തുടങ്ങി വയ്ക്കുന്നത്. ഇത് ഒരു വർഷത്തെ ആഘോഷമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ വിദ്യാലയത്തിൽ മാത്രമല്ല സമൂഹത്തിന് കൂടി ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം വരുന്ന നാളുകൾ നിങ്ങൾക്ക് നേരിൽ അറിയാവുന്നതാണ്. എന്തായാലും നാളത്തെ ഈ 24 എന്ന് പറയുമ്പോൾ നാളത്തെ ഈ ദിവസം വെള്ളിയാഴ്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള കേരളത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന സംപൂജ്യനായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി സ്വാമി അവറുകളാണ്. ഈ ശ്രീ മഹർഷി വിദ്യാലയത്തിൻ്റെ 25-ാം വാർഷികം അല്ലെങ്കിൽ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ 9 മണിക്കാണ് ആരംഭിക്കുന്നത്. അതിന് മുമ്പായിട്ട് രാവിലെ 7 മണിക്ക് അഗ്നിഹോത്രം എന്നൊരു ചടങ്ങുണ്ട്. അതിനുശേഷം 9 മണി മുതൽക്കാണ് ഈ ഇനോഗ്രൽ ഫംഗ്ഷൻ ആരംഭിക്കുന്നത്. ആ ഫംഗ്ഷൻ ഏകദേശം ഒരു മണി വരേക്ക് ഉണ്ടായിരിക്കും. ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് മനോജ്, അദ്ദേഹമാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടാവുക. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പട്ടാമ്പി, കൊടുമുണ്ട, നെടുങ്ങനാട്ട്, മുത്തശ്ശിയാർക്കാവിൽ വെച്ച് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് മുതുതല BMCയുടെ നേതൃത്വത്തിൽ ജില്ലാതല ദിനാചരണം നെടുങ്ങനാട് മുത്തശ്ശേർക്കാൽ വെച്ച് സംഘടിപ്പിച്ചു. ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിന് ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് BMC ദിനാചരണത്തെ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. കാവിന് കാവലായി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രവീൺ കുമാർ, പ്രഭുകുമാർ, BMC അംഗങ്ങൾ, ഹരിതകർമ്മസേന, അമ്പല കമ്മിറ്റിക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രകൃതിയെയും പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളൊരു PBR
അപ്ഡേഷൻ, ഒരു PBR നമ്മളൊരു പുസ്തകം നമ്മൾ ഇറക്കിയിട്ടുണ്ട് പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്. അതിൻ്റെ തുടർച്ച എന്നോണം ബാക്കി ഡോക്യുമെൻറ്റേഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു PBR ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് വിവരങ്ങളും കൂടി, നമ്മുടെ പഞ്ചായത്തിൽ നിരവധി കാവുകളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാവുകൾ എന്ന് പറഞ്ഞാൽ അത് സർപ്പക്കാവുകളുണ്ട്, മറ്റു തരത്തിലുള്ള കാവുകളെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു പ്രോഗ്രാം വെച്ച് നടത്തുമ്പോൾ അതിനുള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു പ്രദേശം, പിന്നെ നമുക്കറിയാം കുറച്ച് പ്രകൃതിയായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളും കൂടിയൊക്കെ ഉള്ള ഒരു മേഖല എന്നുള്ള രീതിയിലാണ് ജില്ലാ BMC കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നവരെല്ലാവരും കൂടി കണ്ടെത്തിയത് നമ്മുടെ മുത്തശ്ശേർക്കാവിൽ വെച്ച് നടത്താം ഈ പ്രോഗ്രാം എന്നുള്ളത്. പക്ഷേ നിരവധിയായ കാവുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആ കാവുകളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. കാരണം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം പ്രകൃതിയിൽ നമുക്കറിയാം ഒരു കാവ് സംരക്ഷണത്തിന് പലതരം ജീവജാലങ്ങൾ, പക്ഷികളായാലും പിന്നെ ഷഡ്പദങ്ങളായാലും അതുപോലെ കുളങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ അവർക്കൊരു ആവാസ വ്യവസ്ഥയാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.